ഒരു സങ്കടമുള്ളത് പലപ്പോഴും അമ്മയുടെ ഒരു ഷോ വരുമ്പോൾ വിളിച്ചിട്ട്, ചേച്ചി പണ്ട് കൈരളിയുടെ ഒരു ഇതിന് സ്റ്റാർ നൈറ്റിൽ ഞാനും എൻ്റെ ഇന്ദ്രനോട് ഒരു പാട്ട് പാടി. അത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്, അമ്പലപ്പുഴ. അപ്പോൾ അത് ഏതാണ്ടെന്ന് എനിക്ക് 40 അല്ല അതല്ല അതെ സുഖം മരിച്ച എനിക്ക് 40 വയസ്സായിരുന്നു. അപ്പോഴെങ്ങാണ്ട് പാടിയതാ. അപ്പോൾ ഇപ്പോഴും അത് വെച്ചുകൊണ്ട് ഇപ്പം ഞങ്ങളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ചേച്ചിയും മക്കളും കൂടെ പാട്ട്. ഞാൻ പറഞ്ഞു ഞാനെന്താ ഗായികയായിട്ട് വന്ന ആളോ, എന്നിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് അഭിനയിച്ചാൽ ശരിയാവത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യമായിട്ടുള്ളത് അമ്മയിൽ ചോദിച്ചിട്ടുണ്ട് ഭാരവാഹികൾ. ഇവരാരും വിളിക്കത്തില്ല. അവരൊന്നും പറഞ്ഞ് ചേച്ചി വന്നൊരു പാട്ട് പാടി വെച്ച് പോകുന്നൊന്നുമില്ല, ആരും ഒന്നും പറയത്തില്ല. വിളിക്കുന്നവരുണ്ടല്ലോ എൻ്റെ ചുമതലക്കാർ, വിളിക്കുന്നതൊക്കെ പാടാനാ. അതെന്താ അവിടെ സ്കിറ്റുണ്ട്, മറ്റതുണ്ട് മറിച്ചുകൊണ്ട്. നമ്മളൊക്കെ ഇപ്പം ഞാനാണെങ്കിലും ശ്രീലതാ നമ്പൂരി ആണെങ്കിലും ലളിത ചേച്ചിയാണ്, ഞങ്ങളൊക്കെ ഈ അമ്മ വേഷം അതും ഇതൊക്കെ ചെയ്ത് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ്. ഞങ്ങൾ അഭിനയിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലേ അമ്മയായിട്ട്? ചെറുപ്പക്കാർക്ക് നരച്ച വിഗ് വെച്ച. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അല്ലാതെ അമ്മയായിട്ടുള്ള പിണക്കത്തിലല്ല. അയ്യോ എൻ്റെ പൊന്നുമോനെ പാട്ടൊക്കെ നിർത്തിയിട്ട് കാലം കുറേ ശ്വാസം മുട്ടും എന്ന് പറഞ്ഞിട്ട് തന്നെ പോകാത്തതാണ്. അപ്പം ഞാൻ പറയാം നിങ്ങൾ വല്ല സ്കിറ്റോ അങ്ങനെ വല്ലതൊക്കെ കൊണ്ടേ പറ, നമ്മളെല്ലാം കൊണ്ടാകുന്നല്ല കാണാതെ പിടിച്ച് പറയാൻ. ഇപ്പം തന്നെ ഞങ്ങളൊക്കെ ലൈവായിട്ട് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്നവരാണ്. അപ്പം നമുക്ക് ഇപ്പം അങ്ങനെയാണല്ലോ, ഡബ്ബിങ് ഇല്ലല്ലോ ഈ സീരിയലിലൊക്കെ, നമ്മൾ പറയും. അപ്പം അതൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ആരോ പറഞ്ഞതിൻ്റെ തൊട്ട് കാലം മാറി, കഥ മാറി. അപ്പോൾ വരുന്ന അബദ്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കൂടുതൽ. അത് സിനിമയായാലും രാഷ്ട്രീയത്തിലായാലും. എനിക്ക് രാഷ്ട്രീയക്കാരോട് പറയാനത്, ഇപ്പോൾ ഈ സർക്കാരിൽ നല്ല മന്ത്രിമാരുണ്ട്, വളരെ മാന്യമായിട്ട് സംസാരിക്കും. ഞാൻ പലപ്പോഴും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ചെന്ന് ന്യൂസ് അവർ ഇരുന്നിട്ട് ഇവയൊക്കെ ആരാന്ന് ജനത്തിന് തോന്നുന്നവരുമുണ്ട്. അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജനപ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സംഘടനയുടെ ഒരു ഭാരവാഹിയോ ആയി കഴിഞ്ഞാൽ പറയരുത്. ഒരു ജാതീയമായിട്ടൊരു വിമർശനം, ആവശ്യമില്ലാത്ത ഭാഷ ഉപയോഗിക്കരുത്. ഒരു ആൾക്കാരെ പ്രത്യേകിച്ചെടുത്ത് കുറ്റം പറയരുത്. മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുക. അങ്ങനെയുള്ളവരെ കണ്ടുപഠിക്കട്ടെ. അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ട് നല്ല നേതാക്കന്മാർ. എന്താ അതിൻ്റെ വ്യത്യാസം? വിദ്യാഭ്യാസം ഉണ്ടവർക്കൊക്കെ നല്ലതുപോലെ. അതനുസരിച്ചിട്ടുള്ള വാക്കുകളെ അവരൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. അത് കണ്ടുപഠിക്കണം. ചെറുപ്പക്കാരെല്ലാം അങ്ങനെ കണ്ടുപിടിച്ച് സംസാരിക്കുന്ന ഭാഷ, പെരുമാറുന്ന രീതി, ഇതൊക്കെ സാധാരണ ജനത്തിന് വലിയ ഘടകങ്ങളാണ്. പക്ഷെ അത് അവർ ചിന്തിക്കുന്നില്ല. അവർ ഈ പാർട്ടി ഓഫീസിൽ നിന്നുള്ള സംസാരം മാത്രമേ കാണുന്നുള്ളൂ. പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മളൊക്കെയാണ് കേൾക്കുന്നത്, എന്തോന്ന് ചേച്ചി ആ തുറന്നാൽ തെറി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം നമുക്കൊരു വിഷമം. അതൊക്കെ സത്യം പറഞ്ഞാൽ